യോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കോട്ടയത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. കോട്ടയത്ത് വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിബിൻ അച്ചാച്ചൻ്റെ B1 B2 വിസ എക്സ്പയർ ആവാറായി. അപ്പോൾ എക്സ്പയർ ആവുന്നതിന് മുമ്പ് സാധനം ഒന്ന് റിന്യൂ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും. അപ്പോൾ കോട്ടയത്തെ ഒരു ഏജൻസിയാണ് ജിബിൻ അച്ചാച്ചനെ ഒരു 10 വർഷം മുമ്പ് വിസ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ അവർ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് കോട്ടയത്തോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ ദിവസമായിട്ട് പറയണമെന്ന് വെച്ചിരുന്ന ഒരു കാര്യം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങ് വിട്ട് പോവാം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജിം അപ്ഡേറ്റ് ആണ് കേട്ടോ. ഞാൻ ജിമ്മ് തുടങ്ങിയ ടൈമിൽ കേട്ടോ, ജിമ്മ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ഞാൻ പിന്നെ ജിമ്മ് പോകാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അന്ന് എനിക്ക് 97 kg ആയിരുന്നു. ഞാൻ അന്ന് വീഡിയോ ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് 97 kg ആയിരുന്നു. സെപ്റ്റംബറിലെങ്ങാണ്ടായിരുന്നു, കഴിഞ്ഞ 2025 സെപ്റ്റംബറിൽ. ഇപ്പോൾ അത് 87 kg ആയിരുന്നു. 10 കിലോ ഡൗൺ ആയി. കഴിഞ്ഞ സെപ്റ്റംബർ അല്ലേ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മാസം കൊണ്ട് എൻ്റെ 10 കിലോ ഡൗൺ ആയത്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ ഞാനങ്ങ് വിട്ടുപോകുക ആ സാധനം. പക്ഷേ ഇന്ന് കറക്റ്റ് എൻ്റെ മൈൻഡിൽ ആ സാധനം വന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആ അപ്ഡേറ്റും കൂടെ തരാൻ എനിക്ക് പറ്റി. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കോട്ടയം പോകുന്ന വഴിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കോട്ടയത്തോട്ട് തിരിച്ചിരിക്കുകയാണ്. പട്ടാഴിയായിട്ടോ, പട്ടാഴി. ഇനി ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 2.5 മണിക്കൂർ എന്തായാലും കാണും. 2 മണിക്കൂറേ ഉള്ളൂ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് താണ്ടി നമ്മൾ കോട്ടയത്ത് എത്തുമ്പോഴത്തന്നെ ഒരു സമയമാവും. ആ ബ്ലോക്ക് താണ്ടാനായിട്ട് ഇപ്രാവശ്യം നമ്മൾ ഓൾട്ടോയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പെട്രോളിന് വില കൂടിയതും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഓൾട്ടോ. അക്കാര്യത്തിൽ അവൻ ഒരു കില്ലാടിയായിട്ടോ. വെർണയാണെങ്കിൽ മൈലേജ് ഇല്ലാത്തതുകൊണ്ട്, മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർണയ്ക്ക് എത്ര 12-13 എങ്ങാണ്ട് കിട്ടുമായിരിക്കും. അത്രേ ഉള്ളൂ, അത്രേ കിട്ടും മാക്സിമം. ഹൈവേ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ കോട്ടയം ടൗണിൽ കൂടെ ഓടിക്കുവാണെങ്കിൽ മൈലേജ് ഒക്കെ ഡ്രോപ്പ് ആവും. ഞങ്ങളിപ്പോൾ പോകുന്ന പ്രോപ്പർ ടൗണിൻ്റെ ഇടയ്ക്കാണ്, കോട്ടയം ടൗണിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് കിട്ടത്തില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ ഇതാ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇതാണെങ്കിൽ ഏത് കുതാമിൽ നമുക്ക് കയറ്റി ഒതുക്കി അങ്ങ് ഇടാം, പാർക്ക് ചെയ്ത് അങ്ങ് ഇടാം. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ഫീസിബിൾ ഓൾട്ടോയാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചിരിക്കുകയാണ്. 2.5 മണിക്കൂർ. ഇപ്പോൾ സമയം 9:25 ഒരു 11:25 അല്ലേ, 10:25, 11:25. ഒരു 12 മണിക്ക് മുമ്പെങ്കിലും അവിടെ എത്തണം. അതാണ് നമ്മുടെ പ്ലാൻ. അയ്യോ, അതുകൊണ്ട് നയറയുടെ പമ്പിൽ മാത്രം 5 രൂപ കൂട്ടി, എന്തോ പറയാനാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നയറയിൽ പെട്രോൾ അടിക്കണ്ട. എന്തൊരു പരിപാടിയാണെന്ന് പറയും. പട്ടാഴിയിലാകെ കിട്ടുന്നത് കുറച്ച് നല്ല പെട്രോൾ ഈ നയറയുടെ പമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് കിട്ടുമായിരുന്നു. ഒന്നാമത് ഇവർക്ക് വില കൂടുതലായിരുന്നു ബാക്കിയുള്ള പമ്പിനെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ കുറച്ചുകൂടെ കൂട്ടി, 5 രൂപയും കൂടെ കൂട്ടി. അല്ല, എന്നിട്ടും ആൾക്കാർ പെട്രോൾ അടിക്കുന്നുണ്ട്. അച്ഛാ, ഇത് ഇപ്പം 100 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ അടിക്കുന്നവർക്ക് 5 രൂപ കൂടിയാലും വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 20 ലിറ്ററൊക്കെ പെട്രോൾ അടിക്കുന്ന, ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 2000 രൂപയ്ക്ക് എണ്ണ അടിക്കുമ്പോൾ 1 ലിറ്ററിന് 5 രൂപ വെച്ച് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമാണ്. അപ്പോൾ ഇവിടെ ഗൈസ്, ഇവിടെ ഒരു മറ്റേ ഫർസി ലബാൻ്റെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് പോർട്ടിക്കോടെ തൊട്ടിപ്പുറത്താണെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ ആയിരിക്കും. എനിക്ക് പക്ഷേ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഷുഗർ കട്ടിലൊക്കെ ആയതുകൊണ്ട് ഇത് വൈറ്റ് പോർട്ടിക്കോ അതുകൊണ്ട് ഫർസി ലബാൻ അടച്ചിട്ടേക്കോ, ഷുഗർ കട്ടിലായിപ്പോൾ. എല്ലായിരുന്നെങ്കിൽ ഞാൻ കയറി അവരുടെ കിടിലൻ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് അങ്ങനെയാണോ? കുറേ സാധനം ഉണ്ടല്ലോ, ബാംബൂസ, വേറെ ഒരു കിടിലൻ സാധനമുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ ലബാനെ പറ്റിയും ഫർസി ലബാനെ പറ്റിയൊക്കെ ഞാൻ കേൾക്കുന്നത് റീസെൻ്റ്ലിയാണ്. എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ച മുമ്പെങ്ങാണ്ട് റീൽസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊല്ലത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊല്ലത്ത് പോകണമെന്ന് വെച്ചിരുന്നതായിരുന്നു. അപ്പോഴാണ്ട് നമ്മുടെ അടൂരെത്തിയിട്ടുണ്ട്. പത്തനാപുരത്ത് എത്തിയെന്ന് ഇപ്പം ജിബിൻ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞു. നോക്കണം, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ നമുക്കത് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല കേട്ടോ, ഷുഗർ ആയതുകൊണ്ട് ചടിക്കും. ഒത്തിരി കഴിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് വരും. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ എന്ത് കാര്യമാണെങ്കിലും മധുരമുള്ള എന്ത് ഐറ്റം ആണെങ്കിലും ഒരുപാട് കഴിക്കുമ്പോൾ നമ്മളങ്ങ് മടുക്കും, പിന്നെ അത് ഇഷ്ടപ്പെടാതാവും. എനിക്ക് നേരെ തിരിച്ചാട്ടോ. ആണോ? എത്ര വേണേലും കഴിക്കും. എനിക്ക് അങ്ങനെ ചടിക്കുന്ന പരിപാടിയൊന്നുമില്ല. എനിക്ക് മത്ത് കയറുമെങ്കിലേ ഉള്ളൂ. അല്ലാതെ എനിക്കത് പിന്നെയും ഞാൻ തിന്നും. കഴിക്കത്തില്ല, നാക്ക് തിന്ന് ആ സ്വഭാവം ഇല്ല എനിക്ക്. മറ്റേ ഇത് പിടിക്കും, തലയ്ക്ക് പിടിക്കത്തില്ല. ഒരുപാട് മധുരയുടെ മത്ത് പിടിക്കും. പക്ഷെ അത് എന്നിട്ട് ഞാൻ നിർത്തത്തില്ല. ആ ഒരു ഇതാ, അതുകൊണ്ടാണ് എനിക്ക് ഷുഗർ. എനിക്ക് പക്ഷെ പറ്റത്തില്ല. എനിക്ക് ആ ഒരു ലിമിറ്റ് മനസ്സിലാക്കാൻ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല, തോന്നത്തില്ല. അതാ, തോന്നിയാലേ കഴിക്കത്തുള്ളൂ.
തോന്നത്തില്ല. എവിടാ? എവിടാണ്? ഇപ്പൊ വീട്ടിൽ വരുവാണോ? അല്ല, എങ്ങോട്ടാ വരണ്ടി? നിങ്ങളിപ്പോ എവിടെ ഉണ്ട്? കോട്ടയം ജംഗ്ഷനില്. ജംഗ്ഷനിലോ? ആ, ഓക്കെ. കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ എന്താ ബുക്കിംഗ്? അപ്പൊ എന്താണ് പരിപാടി? നമ്മുടെ മറ്റേ KR ബേക്കേഴ്സ് ഇല്ലേ ബ്രോ? KR ബേക്കേഴ്സ് ഇല്ലേ? ആ, അങ്ങോട്ട് പോവാ. ഓക്കെ. ഓക്കെ. KR ബേക്കേഴ്സ്. ഓക്കെ, മറ്റേ നാഗമ്പടം. ആ, നാഗമ്പടം. ആ, ഓക്കെ ഓക്കെ, അങ്ങോട്ട് വരാം. ഓക്കെ. യെസ്, അങ്ങനെ ജിബിനച്ചാച്ചൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ജിബിനച്ചാൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഷാലോം എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ സ്ഥലം കോട്ടയാണ്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് പുള്ളിക്കാരൻ ഇവിടെ സ്ഥലത്തുണ്ട്. എന്നാൽ പിന്നെ ഷാലോം ബ്രോനെയും കൂടെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാം എന്ന് വെച്ച് നിൽക്കുന്നു. ഇവിടുന്ന് വലിയ ദൂരമില്ല. ഞങ്ങളിപ്പം KR ബേക്കേഴ്സിലോട്ട് പോവാം. പുള്ളിക്കാരൻ നേരെ അങ്ങോട്ടേക്ക് വരും. അപ്പം ഞങ്ങൾ എന്തായാലും കോട്ടയത്ത് വന്നില്ല. കുറേ നാളായി ഷാലോമിനെ കണ്ടിട്ട്. അന്ന് ലാസ്റ്റ് നമ്മൾ പഞ്ചാബ് പോയപ്പോഴാണ് കണ്ടത് തോന്നില്ല. അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ഷാലോം ബ്രോ വന്നിരിക്കുകയാണ്. എത്ര ദിവസമായില്ലേ നമ്മളന്ന് പഞ്ചാബ് കണ്ടതാ. ലാസ്റ്റ് പഞ്ചാബാ. പിന്നെ വരും വരുമെന്ന് പറഞ്ഞില്ലേ. നമ്മളൊരുമാതിരി ശശിയാക്കുന്ന ആളായി. ഇവിടെ നിങ്ങളുടെ കൊയർ അടിപൊളിയായിരുന്നു കേട്ടോ. അത് വിളിച്ച് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ വിട്ടുപോയി. നിങ്ങൾ ഇവിടെ സൂപ്പറായി. ബ്ലസ്സിയുടെ കല്യാണോ? ബ്ലസ്സിയുടെ കല്യാണോ? അത് ഡയറക്ടർ ബ്ലസ്സിയുടെ മോൻ്റെ കല്യാണം, അല്ല മോൻ്റെ കല്യാണം കൊയർ പാടിയത് ഷാലോം ബ്രോൻ ടീമായിരുന്നു. സ്വന്തമായിട്ട് മ്യൂസിക് സ്കൂളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്കൊക്കെ കയറി ബന്ധപ്പെടാം. പുള്ളി തന്നെ പാട്ട് പഠിപ്പിക്കുന്ന കേട്ടോ. പുള്ളി മെയിൻ ഗായകനാണ്. ഓ അങ്ങനെ. അപ്പം ഞാൻ ഓണാക്കിയിട്ടേക്കുന്നുണ്ട്. ഷാലോം ബ്രോ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെന്തോടെ പപ്സ് കഴിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്കൽ തുറക്കുക, ഒഴിക്കുക. ഇനി ഒറ്റക്കടി. ആ കടിക്കുന്ന കൂടെ അയ്യവാ എങ്ങനെ വേണം കഴിക്കാൻ. ഒരു പപ്സും കൂടെ പറ. രണ്ടെണ്ണം അടിച്ച് കയറ്റിയിട്ടിരിക്കാം. എത്ര ചാർജ് വരുന്നേ? അതെ, റേറ്റ് നമ്മൾ ഓൺലൈൻ ഡിസ്ക്ലോസ് ചെയ്യില്ല. അത് ഡിപ്പെൻഡ് ചെയ്യും. പല നമ്മളൊക്കെ ആണെങ്കിൽ ഫ്രീ. നിങ്ങളാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. ഞങ്ങൾ വിളിച്ചാൽ പിന്നെ ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൃത്യസമയത്ത് അറിയുന്നുണ്ട്. എങ്ങനെയാണ് എൻ്റെ വ്ളോഗിലൂടെ. അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ട്. ആ വ്യൂ ഷാലോം ബ്രോയുടെ വ്യൂ ആണ്. വീട്ടിലെ എല്ലാ വിശേഷങ്ങളും അറിയുന്നുണ്ട്. ചക്ക വെട്ടിയതും വെറ്റി വന്നതും വെറ്റി പോയതും. ഓ അത് കിടിലുമായിരുന്നു കേട്ടോ. അവരുടെ സ്ഥലം ട്രിവാൻഡ്രമാണ്. സെറ്റാക്കാം. അയ്യോ, ചേച്ചി കാണാറുണ്ടോ വീഡിയോ? ഇല്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ വിഷയമില്ല. മമ്മി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നു. ആശാൻ രണ്ടുപേരും കൂടെ. ഞാനാണെങ്കിൽ ഞാൻ ഇച്ചിരി അയഞ്ഞ നിൽക്കൂടെ. പക്ഷെ ജിബിനച്ചാനാണെങ്കിൽ കേൾപ്പിക്കും. നല്ല രീതി അങ്ങ് ചൂടാവും. ആൾക്കാർ ചോദിച്ചു തുടങ്ങി പഠിച്ചോ എന്തെങ്കിലും ഒന്ന് വണ്ടി എടുത്തോണ്ട് ഇറങ്ങ കാണിക്ക്. പക്ഷെ ഇപ്പൊ നമ്മളെ ഓടിക്കുന്നു. മയമില്ലല്ലേ? അപ്പൊ ചേച്ചി തിരക്കിന്ന് പറ. അങ്ങനെ ഷാലോം ബ്രോനെ കണ്ടു. ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോകാം കേട്ടോ. ചങ്ങനാശ്ശേരി പപ്പേനെ വിളിച്ചോണ്ടെങ്കിൽ പോകാമെന്ന് വെച്ചു. എന്തായാലും സമയം ഇപ്പം 12:45 1 മണി ആവാറായി. പിന്നെ ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി ചെന്ന് പപ്പേനെ പിക്ക് ചെയ്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ 4 മണിക്ക് ഞങ്ങൾക്ക് കൊയർ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഞങ്ങൾക്ക് വീട്ടിലെത്തണം. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഞങ്ങൾ സ്ട്രെയിറ്റ് ഇനി ചങ്ങനാശ്ശേരിക്ക് പോവാണ്. പപ്പേനെ വിളിച്ചുകൊണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അതുകൊണ്ട് ഷാലോം ബ്രോ എന്തോ ആക്റ്റീവ് അടിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ചങ്ങനാശ്ശേരിക്ക് പോട്ടെ. ഞങ്ങൾ KR ബേക്സിൽ നിന്ന് ക്രീം ബൺ മേടിച്ച ഭയങ്കര മയമേ, ഭയങ്കര സോഫ്റ്റ്. ഞങ്ങളത് കഴിച്ച് എന്തോ ടേസ്റ്റാണ്. ഇതിനകത്ത് എന്ന് വെച്ചാൽ ക്രീമുണ്ട്, ഭയങ്കര ലൈറ്റായിട്ടുള്ള ക്രീം, വലിയ മധുരമൊന്നുമില്ല. ജിബിനച്ചാനും കഴിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ജിബിനച്ചാൻ ക്രീം ബണ്ണിൻ്റെ ഇഷ്ടമുള്ള ആൾ ജിബിനച്ചാൻ. ക്രീം ബണ്ണ് ഏറ്റവും ഇഷ്ടമുള്ള ആൾ. എനിക്കും അങ്ങനെ ഒന്നുമില്ല, കിട്ടിയാൽ ഞാൻ കഴിക്കും. ആ ഒരു രീതിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. സമ്മതിച്ചു, ഭയങ്കര മയം. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ ഇത് കഴിച്ചായിരുന്നേ,
വാനിലയുടെ കപ്പ് കേക്ക് ഒരു മയമില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റി ആയിരുന്നു. പപ്സ് ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പപ്സ് കഴിച്ചേ. നിങ്ങൾ എപ്പോഴേലും കോട്ടയത്തോ തിരുവല്ലയിലോ ഒക്കെ പോവുകയാണെങ്കിൽ കെ ആർ ബേക്സിൽ ഒരു പപ്സ് കഴിച്ചോളൂ. ആ, കെ ആർ ബേക്സിലെ പപ്സും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. മുട്ട പപ്സ്, മുട്ട പപ്സ്. അങ്ങനെ ഞങ്ങൾ പപ്പേനെ പിക്ക് ചെയ്തു കേട്ടോ. പപ്പ അതാണ്ട് ബാക്കിലുണ്ട്. പപ്പേനെ പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഒത്തിരി ലേറ്റായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം 2:10 ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറി കേട്ടോ. ഭയങ്കര ലാഗായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നില്ല 4 മണിക്ക് എത്താൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ 4 മണിയുടെ കൊയർ പ്രാക്ടീസ് 5 മണിയിലോട്ട് ആക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇത്ര ലേറ്റ് ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.